വനിതകൾ ചെറു സംഘങ്ങളായി അവതരിപ്പിക്കുന്ന കേരളത്തിൻ്റെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും തിരുവാതിരക്കളി അവതരിപ്പിച്ചു വരുന്നു. ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ഈ കലാരൂപം ആരംഭിക്കുന്നത്. ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിലും വീടുകളിലും ശിവപാർവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. കത്തിച്ചുവെച്ച നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ നിന്നുകൊണ്ട് പാട്ടിൻ്റെ താളത്തിനൊത്ത് കൈകൊട്ടി ചുവടുകൾ വയ്ക്കുന്നു. തിരുവാതിര സംഘത്തിൻ്റെ നായിക പാടിക്കൊടുക്കുന്ന വരികൾ സംഘം ഏറ്റുപാടുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. കളിയിലുടനീളം ലാസ്യഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരക്കളി. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ കൈകൊട്ടിക്കളി, കുമ്മികളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. മുണ്ടും വേഷ്ടിയുമാണ് സാധാരണയായി തിരുവാതിരക്കളിയിൽ ഉപയോഗിക്കുന്നത്. സെറ്റുസാരി അണിയുന്നവരുമുണ്ട്. ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരിനമാണ് തിരുവാതിരക്കളി. ഒരനുഷ്ഠാനമെന്ന രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിരയുടെ പ്രധാന ആഘോഷം. തിരുവാതിര ആചരണത്തിൽ ഒട്ടേറെ ചടങ്ങുകളുണ്ട്. നോമ്പു നോൽക്കുന്നു, മകീരനാളിൽ രാത്രി എട്ടങ്ങാടി എന്ന പദ്യാഹാരം കഴിക്കുന്നു, ദശപുഷ്പങ്ങളൊരുക്കി രാത്രി തിരുവാതിരക്കളി, പാതിരാപ്പൂ ചൂടി പുലർച്ചെ കുളത്തിലോ പുഴയിലോ തുടിച്ചുകുളി എന്നിങ്ങനെ. തിരുവാതിരക്കളിക്കായി മാത്രം ഉപയോഗിക്കുന്ന ധാരാളം ഗാനങ്ങളുണ്ട്. ആട്ടക്കഥയിലെ പദങ്ങളും കൂടാതെ വിവിധ പ്രദേശങ്ങളിലെ പ്രാദേശികമായ പാട്ടുകളും ഇതിൽ ഉപയോഗിച്ചു വരുന്നു.